നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താണെന്നും അതിൻ്റെ ഇക്വേഷൻസ് എല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി നമുക്കതിൻ്റെ പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദി സം ഓഫ് ഓഡ് ഇൻറ്റിജേഴ്സ് ഫ്രം 1 to 2001. ഇവിടെ നമുക്ക് സം കണ്ടുപിടിക്കണം. 1 to 2000 വരെയുള്ള ഓഡ് ഇൻറ്റിജേഴ്സിൻ്റെ സം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ സീരീസ് എങ്ങനെ വരും? 1, 3, 5, 7 എക്സെട്ര 2001 എന്ന് വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എസ് എൻ ആണ്. എസ് എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിരുന്നാൽ എസ് എൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു T1 പ്ലസ് Tn. എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു T1 പ്ലസ് Tn ആണ്. ഇവിടെ T1 ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1, Tn എന്ന് പറയുന്നത് 2001. നമുക്ക് n അറിയത്തില്ല, നമുക്ക് n കണ്ടുപിടിക്കണം. നമുക്ക് ടി എൻ്റെ ഇക്വേഷൻ അറിയാം. a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നതാണ് ടി എൻ എന്ന് പറയുന്നത്. a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു ടി എൻ. ഇതിനകത്ത് നമുക്ക് n കണ്ടുപിടിക്കാം. ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഇതിനകത്ത് ഡി ഈക്വൽ ടു 3 മൈനസ് 1 2 ആണ്. അപ്പോൾ n മൈനസ് 1 ഇൻറ്റു 2 ഈക്വൽ ടു 2001. നമുക്ക് n മൈനസ് 1 ഇൻറ്റു 2 ഈക്വൽ ടു 2000 എന്ന് കിട്ടും. n മൈനസ് 1 ഈക്വൽ ടു 1000, n ഈക്വൽ ടു 1001. നമുക്ക് n കിട്ടി. ഇനി ഇത് എസ് എന്നകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. എസ് എൻ ഈക്വൽ ടു n/2 1001 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു T1 പ്ലസ് Tn. T1 എന്ന് പറയുന്നത് 1 പ്ലസ് Tn 2001 is equal to 1001 divided by 2 into 2002 എന്ന് കിട്ടും. നമുക്ക് ഈ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1001 ഇൻറ്റു 1001 എന്ന് കിട്ടും. ഈക്വൽ ടു നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലൈങ് ബിറ്റ്വീൻ 100 and 1000 വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 5. നമുക്ക് 100 മുതൽ 1000 വരെയുള്ള ബിറ്റ്വീൻ 100 and 1000 എന്നാണ്. അപ്പം 100നും 1000നും ഇടയ്ക്കുള്ള 5ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ സം കാണണം. അപ്പം ഇവിടെ എന്ന് പറയുന്നത് 100 1000. അപ്പം നമ്മൾ സീരീസ് എഴുതുമ്പം 100 വരുമോ ഫസ്റ്റ് ടേം? ഇല്ല. 105 ഫസ്റ്റ് ടേം ആയിട്ട് വരും. 110 എക്സെട്ര. 1000 തൊട്ട് പുറകിലുള്ള ടേം ഏതാണ്? 995. കാരണം ബിറ്റ്വീൻ എന്ന് വന്നതുകൊണ്ട് നമ്മൾ 100ഉം 1000ഉം ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമായിട്ട് എടുക്കത്തില്ല. ഇവിടെ T1 എന്ന് പറയുന്നത് 1005 ആണ്. Tn എന്ന് പറയുന്നത് 995. മൾട്ടിപ്പിൾസ് ഓഫ് 5 എന്നാണ്. അപ്പോൾ ഡി ഈക്വൽ ടു 5. നമുക്ക് എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു T1 പ്ലസ് Tn എന്ന ഇക്വേഷന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് n ഇല്ല. ഇതിനകത്ത് n കണ്ടുപിടിക്കണം. അപ്പം a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു Tn എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ a എന്ന് പറയുന്നത് 105 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 5 ഈക്വൽ ടു Tn എന്ന് പറയുന്നത് 995. ഇതിനകത്തുനിന്ന് n മൈനസ് 1 ഈക്വൽ ടു 995 മൈനസ് 105 ഡിവൈഡഡ് ബൈ 5 എന്ന് എഴുതും. ഈക്വൽ ടു 890 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 178 എന്ന് കിട്ടും. n മൈനസ് 1 ഈക്വൽ ടു 178. അങ്ങനെയാണെങ്കിൽ n ഈക്വൽ ടു എത്രയായിരിക്കും? n ഈക്വൽ ടു 179. അപ്പോൾ നമ്മൾ n കണ്ടുപിടിച്ചു. നമുക്കിനി സം കാണണം അതിൻ്റെ. എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു
T1 plus Tn. n by 2 n എന്ന് പറയുന്നത് 179 divided by 2 into T1 plus Tn 105 plus 995 is equal to 179 divided by 2 into 550. Sorry. 1100 എന്ന് കിട്ടും. ഇത് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 550 എന്ന് കിട്ടും. ഈക്വൽ ടു നമ്മുടെ ആൻസർ 98,450 ആണ് ആൻസർ. എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലൈങ് ബിറ്റ്വീൻ 100 and 1000 വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 5 എന്ന് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ n കണ്ടുപിടിക്കുക, എന്നിട്ട് Sn ഈക്വൽ ടു n/2 ഇൻറ്റു T1 പ്ലസ് Tn എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഹൗ മെനി ടേംസ് ഓഫ് ദി AP -6 -11/2 -5 എക്സെട്ര ആർ നീഡഡ് ടു ഗീവ് ദി സം -25. ഇവിടെ നമുക്ക് ആ സീരീസ് തന്നിട്ടുണ്ട്, സമ്മും തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് ഹൗ മെനി ടേംസ് എന്നാണ്. അപ്പോൾ n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇത് സം Sn ഈക്വൽ ടു -25. നമുക്ക് സീരീസ് എഴുതാം. -6 -11/2 -5 എക്സെട്ര. ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് a ഈക്വൽ ടു -6. കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു d എങ്ങനെ കാണുന്നത്? T2 മൈനസ് T1. T2 മൈനസ് T1 കാണും. -11/2 -6. അപ്പം ഇവിടെ +6 ആവും. ഈക്വൽ ടു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 1/2 എന്ന് കിട്ടും. നമുക്ക് n കണ്ടുപിടിക്കണം. നമുക്ക് Sn ഈക്വൽ ടു -25 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ Sn കാണുന്ന ഇക്വേഷൻ ഏതാണ്? n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറയുന്നത് -25 ആണ്. ഇനി n/2 ഇൻറ്റു 2a -12 പ്ലസ് n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 1/2 ഈക്വൽ ടു -25. ഇനി ഇതിനകത്തുനിന്ന് ക്രിയകളൊക്കെ ചെയ്യുമ്പോൾ ഈ 2ഉം കൂടി പുറത്തെടുത്ത് കഴിഞ്ഞാൽ n/4 ഇൻറ്റു ഇവിടെ എത്ര വരും? -24 പ്ലസ് n-1 ഈക്വൽ ടു -25 എന്ന് കിട്ടും. ഇനി n ഇൻറ്റു n-25 ഈക്വൽ ടു -100. നമുക്കിതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ രൂപത്തിൽ കിട്ടും. ഇനി n ഇൻറ്റു n എന്ന് പറഞ്ഞാൽ n² -25n -100 ഇപ്പുറത്ത് വരുമ്പോൾ +100 ഈക്വൽ ടു 0 എന്നുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇതിനകത്തുനിന്ന് രണ്ട് രീതിയിൽ നമുക്ക് n-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഒന്നാമത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ രൂപത്തിൽ എന്ന് വെച്ചാൽ n ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √b² - 4ac ഡിവൈഡഡ് ബൈ 2a എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. അല്ലാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ നമ്മളിങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ രൂപത്തിൽ കിട്ടുകയാണെങ്കിൽ ഈ ടേമില്ലേ ഇതെന്ന് പറയുന്നത് ഏതോ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ 25ഉം -25 അതേ സംഖ്യകൾ തമ്മിൽ തന്നെ ഗുണിക്കുമ്പോൾ 100. അങ്ങനെ വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? ഇവിടെ 20 × 5 എന്ന് പറയുന്നത് 100 ആണ്. പക്ഷേ 20 × 5 വന്നാൽ 25 കിട്ടുമോ? 20 + 5 വന്നാൽ +25 ആണ് എടുത്തത്. അപ്പം -20 പ്ലസ് -5 ഈക്വൽ ടു -25 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ മൈനസും പ്ലസ് ആവും. അപ്പം നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്പേഴ്സ് 20ഉം 5ഉം കിട്ടും. ഇതിന് ഇങ്ങനെ എഴുതുന്നത് n-20 × n-5 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പം
n minus 20 equal to 0, n minus 20 equal to 0 implies n equal to 20. അതുപോലെ മറ്റേത് n equal to 5 എന്ന് കിട്ടും. നമ്മൾ ഓപ്ഷനകത്ത് ഏത് ആൻസർ ആണോ കിടക്കുന്നത്, ഓപ്ഷനകത്ത് ചിലപ്പോൾ 20 ആയിരിക്കാം അല്ലെങ്കിൽ 5 ആയിരിക്കാം. അപ്പോൾ ഓപ്ഷനകത്ത് കിടക്കുന്ന ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് മറ്റേ രീതിയിൽ ബി സ്ക്വയർ മൈനസ് 4ac മൈനസ് ബി പ്ലസ് 1 മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2 എന്നുള്ള ഇക്വേഷനില്ലേ, അത് വെച്ചിട്ട് ചെയ്യാം. കണക്ക് ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. n equal to മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇതിനകത്ത് മൈനസ് ബി എന്ന് പറയുന്നത് 25 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 25ൻ്റെ സ്ക്വയർ 625 മൈനസ് 4ac എന്ന് പറയുന്നത് 400 ഡിവൈഡഡ് ബൈ 2a. 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 1. ഇവിടെ എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു മൈനസ് 25, സി ഈക്വൽ ടു 100. 25 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 625 മൈനസ് 400 എന്ന് പറയുന്നത് 225 കിട്ടി. 225 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയറാണ്, 15ൻ്റെ സ്ക്വയറാണ് ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു എന്താണ്, n ഈക്വൽ ടു അപ്പം എന്ത് കിട്ടും, n ഈക്വൽ ടു 25 പ്ലസ് 15/2 ഓർ 25 മൈനസ് 15/2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ, 20 or 5 എന്നിട്ട് n equal to 20 or 5. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദി സം ടു n ടേംസ് ഓഫ് ദി എ ബി ഹൂസ് kth ടേം ഈസ് 5k plus 1. അതിൻ്റെ സം ഓഫ് n ടേംസ് ഓഫ് ദി എ ബി നമുക്ക് കാണണം. നമുക്ക് ഇതിനെ തന്നേക്കെന്ന് വെച്ചാൽ kth ടേം തന്നിട്ടുണ്ട്. kth ടേം എന്ന് പറയുന്നത് tk ഈക്വൽ ടു 5k plus 1 ആണെന്ന് തന്നേപ്പോൾ ഉണ്ട്. നമുക്കിതിൻ്റെ സം ഓഫ് n ടേംസ് കാണണം. ഇവിടെ വെച്ചാൽ tk ഈക്വൽ ടു 5k plus 1 ആണെങ്കിൽ t1 ഈക്വൽ ടു എന്തെന്ന് കിട്ടും, t1 ഈക്വൽ ടു 5 ഇൻറ്റു 1 പ്ലസ് 1 ഈക്വൽ ടു 6 എന്ന് കിട്ടും. അടുത്ത t2 ഈക്വൽ ടു 5 ഇൻറ്റു 2 പ്ലസ് 1 ഈക്വൽ ടു 11. അതുപോലെ t3 ഈക്വൽ ടു 5 ഇൻറ്റു 3 പ്ലസ് 1 ഈക്വൽ ടു 16. നമുക്ക് ഇതിനുള്ള സീരീസ് നമുക്ക് 6, 11, 16 എക്സെട്ര. നമുക്ക് ആ സീരീസ് കിട്ടി, 6, 11, 16 എക്സെട്ര എന്ന സീരീസ് കിട്ടി. നമുക്കിതിനകത്ത് നിന്ന് ആദ്യ പദം എ എന്ന് പറയുന്നത് 6, കോമൺ ഡിഫറൻസ് 11 മൈനസ് 6 ഈക്വൽ ടു 5. നമുക്ക് എസ് എൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ n/2 എന്ന് പറയുന്നത് n നമുക്കറിയത്തില്ല, n/2 ഇൻറ്റു 2a പ്ലസ് 2 ഇൻറ്റു 6 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 5 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു 12 പ്ലസ് 5n മൈനസ് 5 ഈക്വൽ ടു n/2 ഇൻറ്റു 5n പ്ലസ് 7. ഇതിനകത്ത് വല്ലതും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പം എസ് എൻ എന്ന് പറയുന്നത് നമുക്ക് n/2 ഇൻറ്റു 5n പ്ലസ് 7 എന്ന് കിട്ടും. ഇനി ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് കൂടിയുണ്ട്, നമുക്കത് അടുത്ത ക്ലാസ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.